ഡേ 4 ഓഫ് റമദാൻ സീരീസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും നമുക്കൊരു നോമ്പുത്തറുള്ളതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ചങ്ങായിന്റെ വരിയിൽ ഇവനാണ് നമ്മുടെ നാട്ടിലെ അരിക്കും ആളിച്ചിരി ഫേമസും ആണ്. ഇവനാണ് നമ്മുടെ ടീമിലെ കുട്ടാപ്പ്. പേര് പോലെ തന്നെ ആളൊരു കുട്ടാപ്പ്. എന്തിന്റെ കാര്യത്തിൽ കുട്ടാപ്പ് കോംപ്രമൈസ് ചെയ്താലും ലുക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഇവനാണ് നമ്മളെ മൂന്നാമത്തെ. എല്ലാ ഗാങ്ങിലും കാണും ഇങ്ങനത്തെ ഒരുത്തൻ. ഓൻ എല്ലാവരോടും 4:30 എത്താൻ പറഞ്ഞിട്ട് ഓൻ എത്തിയതോ 5. അങ്ങനെ നമ്മൾ അടുത്ത അവതാരത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഓന്റെ കടിയിൽ പോയി. ഇവനാണ് അടുത്ത താരം. അങ്ങനെ ഓനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ നോമ്പ് തുറക്കാനുള്ള സ്ഥലത്ത് ഈ ചങ്ങായാണ് നമ്മളെ നോമ്പ് തുറക്ക് വിളിച്ചു. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നോമ്പ് തലയിൽ കയറിയിട്ടുള്ള ഇരുത്താണ്. ഇവനാണ് കൂട്ടത്തിലെ കളിക്കാരൻ. ഗെയിമാണ് അടുത്തത്. ഇവനാണ് നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നാണം. ബാങ്ക് കൊടുക്കാരായിട്ടും ബാങ്ക് കൊടുക്കാത്ത എന്തോ വെച്ചാണ്ട് ഇവൻ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഇതിന് ബാങ്ക് കൊടുക്കാൻ പേരന്റെ ടെറസിന്റെ മുകളിലിരുന്ന് നമ്മൾ നോമ്പ് തുറ സെറ്റ്. പേരന്റെ മുകളിൽ ഇത്ര ആംബിയൻസ് ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും ഒരേ കുട്ടാപ്പ് പോയി നോക്കണ വേറെ ഒന്നുമല്ല, അടുത്ത സമൂസ വേറെ അവിടെ ഉണ്ടെന്ന് സ്കാൻ ചെയ്യും. അങ്ങനെ എവിടെയൊക്കെ സമൂസ ഉണ്ട് അവിടെയൊക്കെ കുട്ടാപ്പുവിന്റെ സ്ഥാനം കഴിയും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കുട്ടാപ്പ് എന്താ ഇവിടെ നിൽക്കണെന്ന്. താഴോട്ടൊന്ന് നോക്കിയാൽ എല്ലാം മനസ്സിലായി. ഇവര് സ്നേഹം കണ്ട ഇവര് പ്രേമിക്കുകയാണെന്ന് വരെ തോന്നിപ്പോവും. അത്രയും സ്നേഹത്തിൽ അവർ നിൽക്കും. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടന്നു. ചങ്ങായിന്റെ രണ്ടാമത്തെ പീസ് കുട്ടാപ്പ് കൊടുത്ത കാരണത്താൽ ഇവൻ എല്ലാവരോടും തെറ്റി. ഇവനാണെന്നുണ്ടെങ്കിൽ തിന്നു കഴിയോളം ഡിപ്രഷനിലേക്ക്. നോമ്പ് തുറക്കാൻ നമ്മളിപ്പം വിളിച്ചെടുത്താണ്ട് നമ്മളെ തിന്നാൻ പറഞ്ഞാണ്ട് ഇവൻ കുട്ടിനെ ഏറ്റുകൂടും. അതൊരിക്കലും ഒരു ശരിയായ കാര്യമല്ല നാസി. അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ ബൈ.